ഗസയിലെ യുദ്ധം, ഗസയ്ക്ക് മേലെ ഇസ്രായേൽ നടത്തുന്ന യുദ്ധം 6 മാസത്തിലേക്ക് എത്തുകയാണ്. ഒരു പരിഹാരവുമില്ല. വെടിനിർത്തലിനെക്കുറിച്ച് നിരന്തരമായി കേട്ടുകൊണ്ടിരുന്നു. പക്ഷേ കെയ്റോ ചർച്ചയിലും ഒരു അന്തിമമായ ഫലം ഉണ്ടാവുന്നില്ല. ഇപ്പോൾ ഗസ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധികളിലൊന്ന് പട്ടിണിയാണ്. അവർക്ക് ആവശ്യമായ ഫുഡ് കിട്ടാത്തതുകൊണ്ട് പട്ടിണി മൂലം കുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ ചെറുപ്പക്കാർ മരിക്കുന്നതിൻ്റെ, ചെറിയ കുട്ടികൾ മരിക്കുന്നതിൻ്റെയൊക്കെ വാർത്ത നിരന്തരം പുറത്തു വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ റമദാൻ വ്രതം ആരംഭിക്കാൻ പോവുകയാണ്. ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. അതിന് മുൻപൊരു വെടിനിർത്തൽ സാധ്യമാകുമോ എന്ന് ഉറ്റുനോക്കുകയാണ് എല്ലാവരും. നാസറയ്ക്ക് അതിൻ്റെ ഒരു സീസ് ഫയർ സാധ്യത എന്തുമാത്രം ഉണ്ടെന്നാണ് തോന്നുന്നത്? ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം റമദാനിൽ മുസ്ലിങ്ങളെ, പ്രത്യേകിച്ച് ഈ പലസ്തീനിലുള്ള മുസ്ലിങ്ങളെ പ്രകോപിപ്പിച്ചിട്ട് അവരെ യുദ്ധത്തിലേക്ക് നയിക്കുക എന്നുള്ളത് വർഷങ്ങളായിട്ട് ഇസ്രായേലിൻ്റെ ഒരു തന്ത്രമാണ്. എല്ലാ തെരഞ്ഞെടുപ്പിലും ബൈത്തുൽ മുഖദ്ദസിനെ കേന്ദ്രീകരിച്ച് പ്രകോപനം ഉണ്ടാക്കാറുണ്ട്. കാരണം മുസ്ലിങ്ങളെ സംബന്ധിച്ചിട്ട് വിശ്വാസപരമായി തന്നെ റമദാൻ യുദ്ധം പാടില്ലാത്ത മാസമാണ്. യുദ്ധം ഒഴിച്ചു നിർത്തേണ്ട മാസമാണ്. അതുകൊണ്ട് തന്നെ അവരെ പ്രകോപിപ്പിച്ചിട്ട് യുദ്ധത്തിലേക്ക് കൊണ്ടുപോകുക എന്നുള്ളൊരു സംഗതി എല്ലാ വർഷത്തിലും, ഈ കഴിഞ്ഞ റംസാൻ വരെ ഇവർ ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ റംസാനിൽ യുദ്ധം ഒഴിവാക്കാൻ ഉള്ള എന്തെങ്കിലും സാധ്യത ഉണ്ടെങ്കിൽ അത് ഇല്ലാതാക്കാനാണ് നെതന്യാഹു ശ്രമിക്കുക എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അത് 2 ആഴ്ച മുമ്പ് തന്നെ അയാൾ പറഞ്ഞതാണ്, റമദാനിലും ആക്രമണം നടത്തും എന്ന് തന്നെ അയാൾ പറഞ്ഞതാണ്. അതുകൊണ്ട് ഈ റമദാനിൽ യുദ്ധം നിർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനിയിപ്പം വരാൻ പോകുന്നതിൻ്റെ ചർച്ച ഇപ്പം വഴിക്ക് വെച്ചിട്ട് നിർത്തിയ ചർച്ചയെക്കുറിച്ച് പറഞ്ഞ തന്നെ 10-ാം തീയതിയാണ് ഇനി ചർച്ച പുനരാരംഭിക്കുന്നത്. 10-ാം തീയതി ചർച്ച പുനരാരംഭിച്ചിട്ട് അത് എന്തെങ്കിലും തരത്തിലുള്ളൊരു സാധ്യതയിലേക്ക് എത്തുകയാണെങ്കിൽ തന്നെ പിന്നെയും 10-14 ദിവസം അപ്പോഴത്തേക്ക് എത്തും. റമദാൻ പകുതിയാകുന്നതിന് മുമ്പൊന്നും ഈ ഒരു യുദ്ധവിരാമം അല്ല ഒരു വെടിനിർത്തൽ പ്രതീക്ഷിക്കേണ്ടതില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതിലെ ഈ റമദാനിന് മുമ്പ് വെടിനിർത്തൽ എന്ന് പറയുന്നൊരു പ്രയോഗം ആദ്യമായിട്ട് പ്രയോഗിക്കുന്നത് ജോ ബൈഡനാണ്. അദ്ദേഹമാണ് നിരന്തരമായിട്ട് അങ്ങനെ ഒരു പ്രയോഗം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അല്ലാതെ ഹമാസോ ഫലസ്തീനികളോ ഈവൻ ഇസ്രായേലോ അങ്ങനെ ഒരു പ്രയോഗം നടത്തുന്നില്ല. ഇദ്ദേഹം എനിക്ക് തോന്നുന്നത് ഏതുകൊണ്ട് 1/2 ഡസനോളം സന്ദർഭങ്ങളിൽ ഈ ഒരു പ്രയോഗം നടത്തുന്നുണ്ട്. റമദാനിന് മുമ്പ് വെടിനിർത്തൽ സാധ്യമാക്കും, അല്ലെങ്കിൽ സാധ്യമാക്കണം, അതല്ലാതെ വഴിയില്ല എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. ഇപ്പോൾ നാസർക്ക് പറഞ്ഞൊരു വസ്തുതാ പ്രശ്നം, റമദാനിൽ യുദ്ധം നിഷിദ്ധമായ മാസമല്ല. ഇസ്ലാമിക ചരിത്രത്തിൽ ആദ്യത്തെ യുദ്ധമായിട്ടുള്ള ബദർ യുദ്ധം നടക്കുന്നത് റമദാൻ 17-നാണ്. ബദരീങ്ങളാണ്ടൊക്കെ കേട്ടില്ലേ? അപ്പോൾ ബൈഡൻ ഇത് പറയുന്നതിൽ പല ഘടകങ്ങളുണ്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന്, ഈ അമേരിക്കൻ സൊസൈറ്റിയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ, ഈ ആരോൺ ബുഷ്നെലിൻ്റെ ആത്മാഹുതി, അത് അമേരിക്കൻ സമൂഹത്തിൽ വലിയ രീതിയിൽ സ്വാധീനിച്ചിട്ടുണ്ട്. നേരത്തെ തന്നെ സർവേ റിപ്പോർട്ടുകൾ ധാരാളം വന്നാണ്. ചെറുപ്പക്കാർ അതിഭയങ്കരമായ ആൻറ്റി എസ്റ്റാബ്ലിഷ്മെൻറ്റായി മാറുന്നു. വോക്ക് കൾച്ചർ അവർക്കിടയിൽ വർദ്ധിക്കുന്നു. പ്രോ ഹമാസായി മാറുന്നു. പ്രോ പലസ്റ്റൈൻ എന്നുള്ളതല്ല, പ്രോ ഹമാസായിട്ട് മാറുന്നു എന്നൊക്കെ പറയുന്ന നിരവധിയായിട്ടുള്ള സർവേ റിപ്പോർട്ട്സ് നേരത്തെ തന്നെ വന്നിട്ടുണ്ട്. അതിനിടയിലാണ് ഈ ആരോൺ ബുഷ്നെലിൻ്റെ സൂയിസൈഡ് എന്നതിന് അതൊരു പൊളിറ്റിക്കൽ പ്രൊട്ടസ്റ്റാണ് ഒരർത്ഥത്തിൽ. എന്ന് പറഞ്ഞാൽ ഒരു സേർവിങ് മിലിറ്ററി ഓഫീസർ, അമേരിക്കൻ എയർഫോഴ്സിലുള്ള 25 വയസ്സുകാരനായിട്ടുള്ള ഒരു സേർവിങ് ഓഫീസർ ഒരു പൊളിറ്റിക്കൽ സ്ലോഗൻ ഉയർത്തിക്കൊണ്ട് സ്വയം തീ കൊളുത്തി മരിക്കുന്നു. എന്ത് വിഷയത്തിലാണ്? അമേരിക്കയിലെ ഏതെങ്കിലും ഒരു വിഷയത്തിൻ്റെ പേരിലല്ല, അമേരിക്കൻ സൊസൈറ്റിയുമായി ഏതെങ്കിലും നിലക്ക് റിലേറ്റ് ചെയ്യുന്നൊരു വിഷയമല്ല, എങ്ങാണ്ടോ കിടക്കുന്ന ഗസക്കാർക്ക് വേണ്ടിയിട്ട് ഒരു അമേരിക്കൻ സേർവിങ് മിലിറ്ററി ഓഫീസർ ഇങ്ങനെ ചെയ്യുന്നു എന്നുള്ളത് എഗൻ അവിടുത്തെ യൂണിവേഴ്സിറ്റി ജനറേഷൻ, ഈ ജെൻ സി എന്ന് പറയുന്ന അവർക്കിടയിൽ വലിയ രീതിയിലുള്ള ആഘാതം ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ബൈഡൻ മനസ്സിലാക്കുന്നു, അമേരിക്കൻ ലീഡർഷിപ്പ് മനസ്സിലാക്കുന്നുണ്ട്. അത് മാത്രമല്ല, ഇപ്പോൾ ഇവരുടെ ഈ ക്യാമ്പയിൻ ഇലക്ഷൻ ക്യാമ്പയിൻ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. എവിടെയെല്ലാം ഇദ്ദേഹം പ്രസംഗിക്കാൻ പോകുന്നു അവിടെയെല്ലാം മുദ്രാവാക്യങ്ങൾ വരുന്നുണ്ട്. അത് ശ്രദ്ധിക്കണം. നമ്മുടെ മാതിരിയുള്ള നടുറോട്ടുള്ള പരിപാടികൾ, ഹാളിലാണ് എല്ലാ പരിപാടിയും നടക്കുന്നത്. ആളുകൾ മുദ്രാവാക്യം വിളിക്കും. ഇദ്ദേഹം പ്രസംഗം ആരംഭിക്കുന്നു, ഒരാൾ എഴുന്നേറ്റ് മുദ്രാവാക്യം വിളിക്കുന്നു, പ്രസംഗം തടസ്സപ്പെടുന്നു, സെക്യൂരിറ്റിക്കാർ വന്നിട്ട് അങ്ങേരെ പുറത്താക്കി കഴിഞ്ഞാൽ ഉടനെ അടുത്ത ആൾ മുദ്രാവാക്യം വിളിക്കുന്നു. ഇതിങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ ചെടിച്ചട്ടി ഇല്ലാത്തതുകൊണ്ട് ആരുടെയും തല ഒന്നും ഇടിച്ച് പൊളിക്കുന്നില്ല. ആളുകൾ മുദ്രാവാക്യം ഇത് ആവർത്തിച്ചുകൊണ്ടിരിക്കും. ഇന്ന് ഇത് നടന്നു കഴിഞ്ഞു. സ്റ്റേറ്റ് ഓഫ് ദ യൂണിയൻ അഡ്രസ് ജോ ബൈഡൻ്റെ. അതിൽ ജോ ബൈഡൻ വരുന്ന വഴിയിൽ ആളുകൾ റോഡ് തടസ്സപ്പെടുത്തി നിൽക്കുകയാണ്. അവരവിടെ വലിയ ഗ്രാഫിറ്റീസ് വരച്ചിരിക്കുകയാണ്. സ്റ്റേറ്റ് ഓഫ് ദ ജിനോസൈഡ് എന്നാണ് അവർ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു അദ്ദേഹത്തിൻ്റെ പ്രസംഗം കഴിഞ്ഞ പ്രസംഗത്തിലും ഇത് ആവർത്തിച്ച് പറയുന്നുണ്ട്.
ഈ സീസ് ഫയർ അല്ലാതെ വഴിയില്ല. ഈ കറ്റാസ്ട്രോഫിയിലേക്ക് പോവുകയാണ്. ഇത് അംഗീകരിക്കാൻ പറ്റില്ല. വീണ്ടും അദ്ദേഹം പറയുന്നു, 2 സ്റ്റേറ്റ് സൊല്യൂഷൻ അല്ലാതെ ഒരു പരിഹാരം ഇതിനില്ല. ഇസ്രയേലിൻ്റെ സുരക്ഷയ്ക്കും പലസ്തീനികളുടെ ഡിഗ്നിറ്റിക്കും 2 സ്റ്റേറ്റ്, ലോകത്തിൻ്റെ സമാധാനത്തിനും 2 സ്റ്റേറ്റ് സൊല്യൂഷൻ അല്ലാതെ പരിഹാരമില്ല എന്ന് ഈ ജോ ബൈഡൻ അദ്ദേഹം ഈ പ്രസംഗത്തിൽ ഇപ്പോൾ കഴിഞ്ഞതേ ഉള്ളൂ, അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ ഇസ്രായേലിൻ്റെ ലൈഫ് ലോങ് സപ്പോർട്ടറാണ്. ഇസ്രായേലിൻ്റെ ലൈഫ് ലോങ് സപ്പോർട്ടറായിട്ടുള്ള വാർ ടൈമിൽ ഇസ്രായേൽ സന്ദർശിച്ചിട്ടുള്ള ദ ഓൺലി അമേരിക്കൻ പ്രസിഡൻ്റ് ആയിട്ടുള്ള ജോ ബൈഡൻ ഞാനാണ് പറയുന്നത്, ഇതല്ലാതെ പരിഹാരമില്ല എന്ന് അദ്ദേഹം എന്ന് പറഞ്ഞാൽ അമേരിക്കയിൽ തന്നെ അദ്ദേഹത്തിന് ആ നിലക്കുള്ള ഒരു സോഷ്യൽ പ്രഷർ ഉണ്ട്, പൊളിറ്റിക്കൽ പ്രഷറുണ്ട്. അതുകൊണ്ട് ഇത് പരിഹരിക്കേണ്ടത് തൻ്റെ കൂടെ ഒരു സർവൈവലിൻ്റെ ആവശ്യമാണ് അദ്ദേഹം വിചാരിക്കുന്നു. ട്രംപ് വളരെ നല്ല രീതിയിൽ മുന്നോട്ട് വരും. ട്രംപ് അതും കൂടെ നമ്മൾ കാണുന്നത്, ട്രംപിൻ്റെ ഇസ്രായേൽ പോളിസി ബൈഡൻ്റെ നിന്ന് വ്യത്യസ്തമായൊരു പോളിസിയല്ല. ഒരുപക്ഷെ ബൈഡനേക്കാൾ ഏറെയോ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളാണ്. ടെലവീവിൽ നിന്ന് അമേരിക്കൻ എംബസി ജെറൂസലമിലേക്ക് മാറ്റിയ ആളാണ് ട്രംപ്. പക്ഷേ അതേസമയം കാണണം, ട്രംപിൻ്റെ ഭരണകാലത്ത് ഇങ്ങനെയൊരു യുദ്ധം പലസ്തീനികൾ അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടില്ല. എന്ന് മാത്രമല്ല, ലോകത്ത് എവിടെയും അമേരിക്ക പോയി യുദ്ധം ചെയ്തിട്ടില്ല. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഈ ഫാർ റൈറ്റ് പ്രിൻസിപ്പിൾസൊക്കെ ഉണ്ടായിരിക്കെ തന്നെ അമേരിക്ക ഫസ്റ്റ് എന്നുള്ളതാണ് പോളിസി. വെറുതെ ചുമ്മാ കിടന്ന് അവിടെയും പോയി തോണ്ടാനും ബഹളം ഉണ്ടാക്കാനും പോകണ്ട. അമേരിക്കക്ക് പൈസ ഉണ്ടാക്കാൻ എന്താണ് വേണ്ടത്, അത് ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ അതുകൊണ്ട് ഈവൻ ഡെമോക്രാറ്റുകളെ പിന്തുണക്കുന്നവർ പോലും ഗസയുടെ പേരിൽ, പലസ്തീൻ്റെ പേരിൽ ബൈഡനെതിരെ കുത്തുമോ എന്ന ഭയം ഡെമോക്രാറ്റിക് ക്യാമ്പിലുണ്ട്. അതും കൂടെ ഇതിനൊരു ഘടകമാണ്. അത് അമേരിക്കയിലെ സിറ്റുവേഷൻ. പ്ലസ് ഇതിനെല്ലാം കൂടെ വേറൊരു ബൈഡൻ അഭിമുഖീകരിക്കുന്ന പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ റമദാൻ എന്ന് പറയുന്ന ഫാക്ടർ വരുന്ന അവിടെയാണ്. ഈ അറബ് സ്റ്റേറ്റുകൾ ഇപ്പോൾ കടന്നു പോകുന്ന അറബ് രാജ്യങ്ങൾ കടന്നു പോകുന്നൊരവസ്ഥ എന്താണ്, സിറ്റിംഗ് ഓൺ എ ടൈം ബോംബ് എന്ന് പറയുന്നൊരു സിറ്റുവേഷനിലാണ്. ഏത് നിമിഷമാണ് ഇത് പൊട്ടിത്തെറിക്കാൻ പോകുന്നത് അവർക്ക് യാതൊരു നിശ്ചയമില്ല. കാരണം 2010 ഡിസംബറിൽ തുടങ്ങിയ അറബ് സ്പ്രിംഗ് റവല്യൂഷൻ, ഈ അറബ് സ്പ്രിങ്ങിൻ്റെ അറബ് ഭരണാധികാരികൾ ഏറ്റവും ഉലഞ്ഞ സന്ദർഭമാണത്. ഒരു മനുഷ്യൻ്റെ സൂയിസൈഡാണ്. ടുണീഷ്യയിലെ ബുആസീസ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ്റെ സൂയിസൈഡാണ് ഈ പറയുന്ന എന്താണ് ഡൊമിനോ ഇഫക്റ്റ് പോലെ ഈ അറബ് സ്പ്രിംഗ് പ്രൊട്ടസ്റ്റുകൾ ഉണ്ടാക്കിയിട്ടുള്ളത്. റമദാനിലും ഈ യുദ്ധം തുടരുകയാണ്. ഈ നിലക്കുള്ള ബോംബിങ്ങുകൾ, കൊലപാതകങ്ങൾ. ഞങ്ങളിവിടെ ഇങ്ങനെ സമൃദ്ധമായി നോമ്പ് തുറക്കുമ്പം അവിടെ ഞങ്ങളുടെ സഹോദരങ്ങൾ ചോര കൊണ്ട് നോമ്പ് തുറക്കേണ്ടി വരുന്നു എന്നുള്ള ഒരവസ്ഥയിൽ അത് അറബ് സമൂഹത്തിൽ എന്തെല്ലാം പ്രക്ഷുബ്ധതകൾ ഉണ്ടാക്കും എന്നതിനെക്കുറിച്ച് അങ്ങേയറ്റത്തെ ആശങ്ക അറബ് ഭരണാധികാരികൾക്കുണ്ട്. അവർ അമേരിക്കയുടെ സഖ്യകക്ഷികൾ കൂടെയാണ്. അവർ ബൈഡനിൽ ചെലുത്തുന്ന സമ്മർദ്ദമുണ്ട്. ഇസ്രായേലിനകത്തുള്ളൊരു വിഷയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇസ്രായേൽ ഇപ്പോൾ എന്താ ചെയ്യുന്നത്, ഈ പറയുന്ന കൊല്ലുക, പലസ്തീനികളെ കൊല്ലുക എന്ന് പറയുന്ന പ്രക്രിയ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. 30,800 കൊല്ലപ്പെട്ട മനുഷ്യരുടെ എണ്ണം, അതിൽ പകുതിയും സ്ത്രീകളും കുഞ്ഞുങ്ങളാണ്. ഒരു ഭാഗത്ത് തുടരുമ്പോൾ തന്നെ ഈ സമാധാന ചർച്ച, സീസ് ഫയർ ടോക്സ് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. എന്തുകൊണ്ടാണ് നെതന്യാഹു അത് ചെയ്യുന്നത്? കാരണമുണ്ട്. സീസ് ഫയർ വെടിനിർത്തൽ ഉണ്ടായിക്കഴിഞ്ഞാൽ ഭരണത്തിൽ തുടരാൻ പറ്റില്ലെന്ന് നെതന്യാഹുവിന് ഉറപ്പാണ്. അതുകൊണ്ട് ഇതിങ്ങനെ ഒരു ഫ്രോസൺ വാറായിട്ട് മുന്നോട്ട് പോകുന്നതായിരിക്കും പുള്ളി ഇഷ്ടപ്പെടുക. പക്ഷെ എന്നിട്ടും അങ്ങേരെന്തിനാണ് ഇതിന് ആളെ വിടുന്നത്, ചർച്ചയ്ക്ക് ആളെ വിടുന്നത്? അതിൻ്റെ കാരണം ഇതേ അളവിൽ തന്നെ അവിടെ വലിയ പ്രൊട്ടസ്റ്റ് നടക്കുന്നുണ്ട് ഈ ബന്ദികളുടെ വിഷയം പറഞ്ഞുകൊണ്ട്. കാരണം ബന്ദികളിൽ പെട്ട ആളുകൾ മരണപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓരോ ദിവസവും അവിടെ പ്രൊട്ടസ്റ്റ് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അവർക്കുള്ളൊരു മെസ്സേജാണ്, ഞാൻ സീസ് ഫയറിന് വേണ്ടി ശ്രമിക്കുന്നുണ്ട്. പീപ്പിൾ ആർ ദെയർ ഇൻ കൈറോ, ദോഹ, പാരീസ്, അവിടെയൊക്കെ പോകുന്നുണ്ട്, ചർച്ച ചെയ്യുന്നുണ്ട്. ഹമാസാണ് കുഴപ്പം, അവർ സീസ് ഫയറിന് വരുന്നില്ല എന്ന് അവരോട് പറയും. അങ്ങനെ രണ്ടിനെയും ബാലൻസ് ചെയ്യുന്നൊരു അപ്രോച്ച്. അതേസമയം അദ്ദേഹത്തിൻ്റെ കോലീഷൻ പാർട്ട്നേഴ്സായിട്ടുള്ള ഈ തീവ്ര വലതുപക്ഷ കക്ഷികളുണ്ട്. തീവ്ര വലതുപക്ഷം ലിക്വിഡ് പാർട്ടി എന്നൊരു വലതുപക്ഷ കക്ഷിയാണ്. അതിനകത്തുള്ള നമ്മുടെ നാട്ടിലെ ശ്രീറാം സേന എന്നൊക്കെ പറയുന്ന ടൈപ്പ് സംഘടനകളാണ് ഇദ്ദേഹത്തിൻ്റെ ഈ അലൈസ് എന്ന് പറയുന്നത്. അവർ ഒരു ചർച്ചയ്ക്ക് പോലും പോകരുന്ന അഭിപ്രായക്കാരാണ്. അപ്പോൾ അവരെയും മെയിൻറ്റെയിൻ ചെയ്യണം. ഈ സ്ട്രീറ്റിൽ ബന്ദികളുടെ കാര്യം പറഞ്ഞ് പ്രൊട്ടസ്റ്റ് നടത്തുന്നവരെയും മെയിൻറ്റെയിൻ ചെയ്യണം. എന്നാൽ വ്യക്തിപരമായി അദ്ദേഹത്തെ സംബന്ധിച്ച് യുദ്ധം അവസാനിക്കുക എന്നുള്ളത് അദ്ദേഹത്തിന് സങ്കല്പിക്കാനേ പറ്റില്ല. യുദ്ധം അവസാനിക്കുക എന്ന് പറഞ്ഞാൽ കസേര വിട്ടൊഴിയുക എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള പലതരത്തിലുള്ള താല്പര്യങ്ങൾക്കിടയിലാണ് ഈ സംഗതി പോകുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ യുദ്ധം ഇങ്ങനെ തന്നെ കുറച്ചധികം കാലം തുടർന്നു പോകാൻ തന്നെയാണ് സാധ്യത എന്ന് തോന്നുന്നു. പക്ഷെ അതിനിടയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാവണമെങ്കിൽ ഈ പറഞ്ഞ മാതിരി റമദാൻ മാസത്തിൽ സാധാരണ ഉണ്ടാകുന്ന മറ്റൊരു പ്രതിഭാസം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ അൽ അക്സ പള്ളിയിൽ ധാരാളം ആളുകൾ കൂടുതൽ പ്രാർത്ഥനയ്ക്കെത്തും.
അത് എല്ലാ വർഷവും റമദാനിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട്. അത് മറ്റ് രാജ്യങ്ങളിലും ജോർഡനിലും ഈജിപ്തിലുമൊക്കെ അതിൻ്റെ പ്രതിഫലനങ്ങൾ ഉണ്ടാവും. അങ്ങനെയൊക്കെയുള്ള സവിശേഷമായ ചില സാഹചര്യങ്ങൾ പലസ്തീന് പുറത്ത് രൂപപ്പെടുകയാണെങ്കിൽ അതായിരിക്കും ഈ കോൺഫ്ലിക്റ്റിനെ ഇനി നിർണ്ണയിക്കാൻ പോകുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, ഇപ്പോൾ വേഗത്തിലുള്ള ഒരു യുദ്ധവിരാമത്തിൻ്റെ സാധ്യതയല്ല കാണുന്നത്. നമുക്ക് നാളെ ഇരിക്കാം. നമസ്കാരം.